അപ്പോ ഒരുപാട് ബുദ്ധിമുട്ടി. ഞാൻ ഒരുപാട് ഡോക്ടറെ കണ്ടു, ഒന്നും ഒരു രക്ഷയില്ല. അങ്ങനെ ഇരുന്നപ്പം എന്റെ തന്നെ ഒരു ഫാമിലി ഫ്രണ്ട് അവരൊരു ഡോക്ടറെ പറ്റി പറഞ്ഞു, അവിടെ പോവാന്ന് പറഞ്ഞു. ശരി, അങ്ങനെ പോയി. ചെന്നപ്പോ അദ്ദേഹത്തിന്റെ പേര് രാധാകൃഷ്ണൻ എന്നാ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, മെനക്കെടുത്താൻ പണവും മെനക്കെടാൻ സമയവും ഉണ്ടോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, മെനക്കെടുത്താൻ പണം അത്യാവശ്യം, മെനക്കെടാൻ സമയം ആവശ്യം പോലെ ഉണ്ട്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു ശരി നോക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. കുറെ നടന്നപ്പം എനിക്കും മടുത്തു, അദ്ദേഹത്തിനും മടുത്തു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ ഉണ്ടാവില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ മുൻപ് ഇരുന്ന് പൊട്ടി കരഞ്ഞു. എനിക്കൊരു കുഞ്ഞില്ല എന്നുള്ളതിന്റെ പേരിൽ ഒരുപാട് കരഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു നമ്മളൊന്നുമല്ല, ഇതൊക്കെ ഈശ്വരനാണ്. അപ്പൊ ഈശ്വരന്റെ അടുത്ത് നീ പ്രാർത്ഥിക്കാൻ. അപ്പോ ഞാൻ ചെറുതിലേ തൊട്ട് എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു അമ്മൻ കോവിലുണ്ട്. അപ്പൊ അമ്മൻ കോവിലെന്ന് പറഞ്ഞാ പോകും. അപ്പൊ കണക്ക് സാർ ഭയങ്കര അടിയാണ്, 2 ക്ലാസ് 3 ക്ലാസ് 4 ക്ലാസ് ഒക്കെ. അപ്പൊ ഈ അടി പേടിച്ച് ഞാൻ പഠിക്കാൻ കുഴപ്പമില്ല, പക്ഷെ മറന്നു പോകും. അപ്പൊ എന്നും പറയും, ആ അമ്പലത്തിന്റെ നടയിൽ കൂടെ പോകുമ്പോ ഇന്ന് കണക്ക് സാറ് വരല്ലേ, 5 പൈസ അമ്മയ്ക്ക് ഇടും. ഉപ്പുമാരി അമ്മയ്ക്ക് 5 പൈസ ഇടും. ചില ദിവസം അമ്മയ്ക്ക് 5 പൈസ ഇട്ട് ടീച്ചർ വരെയും ചെയ്യും, എനിക്ക് അടിയും കിട്ടും. അപ്പൊ എനിക്കത് സങ്കടമായി. അപ്പൊ ഞാൻ വിചാരിച്ചേ, ഈ അമ്മയ്ക്ക് 5 പൈസ കൊടുത്തിട്ട് അമ്മ എനിക്ക് തന്നില്ലല്ലോ, അവരടി അടിച്ചു തന്നില്ലേ. അതുകൊണ്ട് തിരിച്ച് വൈകിട്ട് വന്നപ്പോ അപ്പൊ അവിടെ അന്ന് ഈ പാത്രത്തിലാണ്, ഇതൊന്നുമില്ല, പണ്ടത്തെ കാലമല്ലേ. അപ്പൊ ഞാൻ വൈകിട്ട് തൊഴുവാൻ ചെയ്തിട്ട് ഈ 5 പൈസ കാര്യമുണ്ട്, എനിക്ക് തന്നില്ലല്ലോ 5 പൈസ. ഇതാ കണ്ടോണ്ട് പിന്നെ അന്ന് എനിക്ക് വയസ്സ് 7 8 ആണ്. നമുക്ക് അതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടല്ലോ, ഭഗവാൻ തന്നില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഇത് കണ്ടോണ്ട് നിന്ന് അതിന്റെ ഉടമസ്ഥൻ ആ ഒരാളുണ്ട്, പൊന്നയ്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ എന്റെ അമ്മയുടെ ഒന്ന് പറഞ്ഞു, ഇവിടെ അമ്പലത്തിൽ നിന്ന് 5 പൈസ എടുത്തു കേട്ടോ. അപ്പൊ ഞാൻ എന്നും രാവിലെ അമ്മയുടെ അടുത്ത് നിന്നാണ് 5 പൈസ വാങ്ങിച്ചോണ്ട് പോകണം. അപ്പൊ അമ്മ ചോദിച്ചു, അപ്പൊ അമ്മ എന്നെ അടിക്കാൻ കമ്പെടുത്തു. അമ്മയ്ക്ക് ഒരു ഇതും ഇല്ല, അപ്പോഴേ കമ്പെടുത്തു. ചോദിക്കാൻ പറയുന്നു, ഓടം കമ്പെടുക്കും. ഞാൻ ഓടം മാവിന്റെ മണ്ടേ വലിയായിരുന്നു. അപ്പോഴമ്മ എന്ത് ചെയ്യുന്ന തോട്ടിയിട്ട് കാലില് വലിക്കും താഴോട്ട്. അപ്പൊ എന്റെ ചേച്ചിമാര് പറയും വലിക്കല്ലേ, കൊച്ചു വന്ന് വീണ ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് പോണം, അതുകൊണ്ട് വലിക്കല്ലെന്ന്. എന്തായാലും അമ്മ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കാര്യമെല്ലാം പറഞ്ഞു. അപ്പൊ അമ്മ അദ്ദേഹത്തിന്റെ പറഞ്ഞു ഇതാണ് കാര്യം, അല്ലാതെ അവളെ അതിൽ നിന്ന് മോഷ്ടിച്ചതല്ല. അപ്പൊ അദ്ദേഹത്തിനും അറിയാം അദ്ദേഹം വിചാരിച്ചതാണ്, ഇതുപോലെ പറഞ്ഞതല്ല. അപ്പൊ എന്നിട്ട് എന്റെ അമ്മ പറഞ്ഞു ഇനി മേലാൽ അത് ചെയ്യരുത്, ഭഗവാൻ ഇട്ടത്. അപ്പൊ അന്ന് തൊട്ടുള്ള എന്റെ ആ അടുപ്പം ഭഗവാന് ആ അമ്മയുമായിട്ട്. അപ്പൊ ഇങ്ങനെ എന്നാ ഞാൻ എന്നും ചെന്ന് പറഞ്ഞ് അപ്പൊ സന്താന ഗോപാല അർച്ചന നടത്താൻ പറഞ്ഞു. 1 വർഷം നടത്തി. 1 വർഷം കഴിഞ്ഞപ്പോ ഈ ഡോക്ടർ ആറ്റിങ്ങല് ഒരു മാമ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ തുടങ്ങി. എന്റെ ഹസ്ബൻഡ് ഞാൻ ഇങ്ങനെ മൂത്രം വെളിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ചെറിയ പോസിറ്റീവ്. അങ്ങനെ ഇതും കൊണ്ട് അദ്ദേഹം ചെന്നപ്പോ പറഞ്ഞു അവളെ വരാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം എന്നെ കൈവിട്ടിട്ടില്ല. ഈ മോനെ പ്രസവിക്കുന്നവരെ ഞാൻ കുളിച്ചിട്ടില്ല. എന്നെ ബോഡി അനക്കാൻ പാടില്ല, അനങ്ങരുത്, ബോഡി അനങ്ങുകയും ചെയ്യരുത്. ഒരു മഗ് വെള്ളം എന്റെ തലയിൽ വീഴ്ത്താൻ പാടില്ല, എന്റെ ശരീരം ഒന്ന് കുനിയാൻ പാടില്ല. അങ്ങനെ ഉണ്ടായതാണ് എനിക്ക്. അപ്പം ഒരു നിമിഷം ഓർമ്മ വന്നപ്പോഴ് അദ്ദേഹം എന്റെ വയറിൽ കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ട് കുഞ്ഞു എന്നാ നിന്റെ ഈശ്വരൻ കുട്ടിയെ പേരിടുന്ന സമയത്ത് മോൻ എന്ത് പേരിടണം ഒരു പേരുമില്ല, ഈശ്വരൻകുട്ടി. പക്ഷേ ഈശ്വരൻകുട്ടി ആ പേരില് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എന്താന്ന് വെച്ചാൽ അവൻ പഠിക്കുന്നിടത്തൊന്നും ഈശ്വരൻകുട്ടി എന്ന് പേരില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി 5 പൈസയുടെ വിരോധം ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ കാരണം എന്താന്ന് വെച്ചാൽ വിളിക്കുമ്പോ എടാ ഈശ്വരാന്ന് വിളിക്കാമല്ലോ. ഇപ്പൊ എടാ ഈശ്വരാന്ന് എന്നെ വിളിക്കും, അത് എന്റെ ബന്ധുക്കൾ ഭയങ്കര മോറല്ലോ. ഒരു 5 പൈസയുടെ പ്രശ്നത്തില് ദൈവത്തിനെ എടാ ഈശ്വരാന്നൊക്കെ വിളിക്കുന്ന അമ്മ എന്താണ് ശരിക്കും ലൈഫിൽ ചെയ്തിരുന്നത്? എന്തായിരുന്നു ജോലി? എനിക്ക് 21-ാമത്തെ വയസ്സിൽ ജോലി കിട്ടിയ ആളാണ്. ബികോം കഴിഞ്ഞോന്നെ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് കണ്ണൂർ ജോലി കിട്ടി. ആ കണ്ണൂർ പോയി കുറെ കഴിഞ്ഞപ്പോ എനിക്ക് വേണ്ടാന്ന് തോന്നി, ഞാൻ ഇട്ടിട്ട് വന്നു. പിന്നെ ബാങ്കിൽ ജോലി കിട്ടി, അതും ഞാൻ കൊണ്ടു കിടന്നു.
ഇപ്പൊ റിട്ടയർ ആയി ഇപ്പൊ ഒരു ബേക്കറി നടത്തുന്നു. ബേക്കറി നടത്തുന്നുണ്ട്. ഓ ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യം ചെല്ലുമ്പോ നമുക്ക് ബേക്കറി ആദ്യം കയറാം. ചെല്ലുമ്പോ ബേക്കറിയുടെ പേര് ലല്ല ബേക്കറി. വലിയ ബേക്കറി ഒന്നും അതിന് വേറെന്തോ പേരിട്ടു. ലല്ലല്ല ബേക്കറി. ലല്ല ബേക്കറി. അതിന്റെ കഥ ചോദിച്ചാ പിന്നെ ഇനി അടുത്ത അരമണിക്കൂർ അത് അതിന്റെ കഥ ചോദിച്ചാൽ അവൻ ആ കഥ വേണ്ട. എനിക്ക് ഒരു കഥയെ കിട്ടി കിട്ടി. കിട്ടി കിട്ടി കിട്ടി. ആ കിട്ടി. ആ കഥ നമ്മൾ ഈ നല്ല കഥയാ. എപ്പിസോഡ് 1.5 മണിക്കൂർ പോകേണ്ടി വരും. അയ്യോ, വേണ്ട. അരമണിക്കൂർ അമ്മയുടെ കഥ. നമ്മുടെ കഥ.